പ്രതീഷ്, കോടതി നടപടികൾ ഇപ്പോൾ ഏത് ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു? എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? ജാമ്യം സംബന്ധിച്ച ഒരു തീരുമാനം നമുക്ക് എത്ര സമയത്തിനകം പ്രതീക്ഷിക്കാം പ്രതീഷ്? ശ്രീലക്ഷ്മി, വൈദ്യപരിശോധനാ റിപ്പോർട്ട് കോടതി പരിശോധിക്കുകയാണ്. കാരണം ഈ കേസിൽ ഈ ജാമ്യം ലഭിക്കുന്നതിന് ഏറ്റവും നിർണായകം ഈ വൈദ്യപരിശോധനാ റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് തുടർ ചികിത്സ വേണം എങ്കിൽ ജാമ്യം അനുവദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കോടതി അന്തിമ തീരുമാനമെടുക്കുക. ഈ ജാമ്യ വ്യവസ്ഥയെ എതിർത്തുകൊണ്ട് പ്രധാനമായും പ്രതിഭാഗം ഉന്നയിച്ചതും അക്കാര്യങ്ങൾ തന്നെയാണ്. കാരണം തുടക്കം മുതൽ തന്നെ ഈ കേസുമായി പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നുണ്ട്. ഈ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ നശിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഒളിവിൽ പോകുന്നതിനോ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. പൊതുമണ്ഡലത്തിൽ എപ്പോഴും ഉള്ള ഒരു വ്യക്തി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ട ഒരു സാഹചര്യമില്ല. സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ അറസ്റ്റ് ചെയ്ത റിമാൻഡിലാക്കേണ്ട ഒരു സാഹചര്യം തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയോ ഒളിവിൽ പോകാനുള്ള സാധ്യതയോ മുന്നിൽ കണ്ടാണ്. പക്ഷേ ഈ കേസിൽ അത്തരമൊരു സാഹചര്യം ഇല്ല എന്നും എപ്പോഴും സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്ന ഒരു വാദം അല്ലെങ്കിൽ ഒരു ആവശ്യമാണ് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ പൂർണ്ണമായും പോലീസ് ഈ വാദം തള്ളിക്കൊണ്ട് ജാമ്യ അപേക്ഷയെ എതിർക്കുകയാണ്. കാരണം ഈ നേരത്തെയൊക്കെ തന്നെ ഈ പൊതുമണ്ഡലങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യത്തിന് പ്രതിഭാഗം പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകിയ വിശദീകരണം ഈ അടുത്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചത്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നത് എന്നുള്ളൊരു വിശദീകരണമാണ് നിലവിൽ പോലീസ് നൽകുന്നത്. ഈ കോടതിയിൽ വാദം നടക്കുമ്പോൾ പ്രതിഭാഗത്തിനെതിരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പ്രധാന തെളിവുകളിലൊന്ന് ഈ വീഡിയോ ദൃശ്യങ്ങളാണ്. ഈ സെക്രട്ടേറിയറ്റ് പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇത് കൃത്യമായി ആസൂത്രണം ചെയ്തതും അണികൾക്കും പ്രവർത്തകർക്കും ഒക്കെ തന്നെ ഇടയിൽ കലാപാഹ്വാനം സൃഷ്ടിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് പോലീസ് കോടതിയിൽ വാദിക്കുന്നുണ്ട്. ഒപ്പം ഈ കൂടുതൽ തെളിവുകൾ നശിപ്പിക്കാൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നും എന്തായാലും പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട്. ഇനി ഈ കേസിൽ മജിസ്ട്രേറ്റിന്റെ തീരുമാനമായിരിക്കും ഏറ്റവും നിർണായകം. വൈദ്യപരിശോധനാ റിപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരാണെങ്കിൽ റിമാൻഡിൽ പോകേണ്ടി വരും. മറിച്ചാണെങ്കിൽ ജാമ്യം ലഭിച്ച പുറത്തു വരും. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ അന്തിമവാദം കഴിഞ്ഞ കേസിൽ വിധി പ്രഖ്യാപനം ഉണ്ടാകും. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ നാടകീയമായ അറസ്റ്റ്, അതിൽ ജാമ്യാപേക്ഷ, ജാമ്യത്തിലെ വാദം, അങ്ങനെ മണിക്കൂറുകളായി സംഘർഷഭരിതമായ കലുഷിതമായ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജാമ്യാപേക്ഷ ഇപ്പോൾ വഞ്ചൂർ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. MG പ്രതീഷ് പറഞ്ഞതുപോലെ തന്നെ ജാമ്യമുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രം ബാക്കി. മജിസ്ട്രേറ്റിന്റെ തീരുമാനം നിർണായകം. ഇന്ന് കണ്ടതുപോലെ അസാധാരണമായ സമീപ രാഷ്ട്രീയ ഭാവിയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പ്രതിഷേധത്തിന്റെ പേരിൽ പ്രതിപക്ഷ നിരയിലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ വീട്ടിൽ കയറി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുക, തുടർന്നിങ്ങോട്ട് നമ്മൾ കണ്ട സംഘർഷഭരിതമായ രാഷ്ട്രീയ കാലാവസ്ഥ, അങ്ങനെ എല്ലാ നാടകീയതകൾക്കൊടുവിൽ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന സങ്കീർണമായ ഒറ്റ ചോദ്യത്തിൽ തിരിയുകയാണ് കേരള രാഷ്ട്രീയം. നമ്മൾ കണ്ടതുപോലെ നവകേരള സദസ്സിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾ, ഈ പ്രതിഷേധങ്ങൾക്ക് നേരെ പോലീസിന്റെ കിരാത നടപടി എന്നാരോപിച്ച് ഡിസംബർ 20 സെക്രട്ടേറിയറ്റിൽ നടത്തിയ പ്രതിഷേധത്തിന്റെ പേരിലെടുത്ത കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. MG പ്രതീഷ്, സ്വാഭാവികമായി ഈ കേസിന്റെ വകുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഏതൊരു പ്രതിഷേധത്തിനും ഒരു സംഘടനാ നേതാവിനെതിരെ ചുമത്തുന്ന അത്രയും വകുപ്പുകൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ചുമത്തിയിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമായി എടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്നത്തെ തിടുക്കപ്പെട്ട അറസ്റ്റ്, അർദ്ധരാത്രിയിലെ അറസ്റ്റ്, അത്തരം കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയമായ വലിയ വിമർശനം ഇടതുപക്ഷത്തിനെതിരെ ഉയരുന്നു. അതേസമയം കോൺഗ്രസ്, ഈ ഇടതുപക്ഷവും സർക്കാരും രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിക്കുന്ന രീതിയിൽ നെറേറ്റീവ് ഒക്കെ വലതുപക്ഷത്തു നിന്ന് ഉയരുന്നു. ആകെ മൊത്തം രാഷ്ട്രീയ സംഘർഷഭരിതമായ അവസ്ഥയിൽ ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ഈ രാഷ്ട്രീയ കലുഷിതത്വം അങ്ങനെ തന്നെ തുടരില്ലേ MG പ്രതീഷ്? തീർച്ചയായും സുഹൈൽ, കാരണം ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ വലിയ തരത്തിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പോലീസിന്റെ നടപടി തീർത്തും അസാധാരണമായിരുന്നു, ഒപ്പം നാടകീയത നിറഞ്ഞതുമായിരുന്നു. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ തിരുവനന്തപുരത്തും കൊല്ലത്തും ഉണ്ടായിരുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ തിടുക്കപ്പെട്ട് പുലർച്ചെ വീട്ടിലെത്തി വീട്ടുകാരുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഈ കേസിൽ എന്തിനാണ് എന്നതാണ് പ്രധാനമായും വിമർശനമായി ചോദിക്കുന്നത്. കാരണം സെക്രട്ടേറിയറ്റ് മാർച്ചുമായി
ബന്ധപ്പെട്ടെടുത്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 4ാം പ്രതിയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം 1ാം പ്രതിയായ ഒരു കേസാണ്. ഇതിൽ 1, 2, 3 പ്രതികളടക്കം തലസ്ഥാനത്ത് മറ്റ് ജില്ലകളിലും ഉള്ളപ്പോൾ 4ാം പ്രതിയെ തിടുക്കപ്പെട്ട് പിടികൂടുകയും അറസ്റ്റ് ചെയ്ത കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പോലീസിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായി എന്നതാണ് പ്രധാനമായും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അടക്കം പറയുന്ന കാര്യം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഉണ്ടായ പ്രതികാര നടപടിയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെതിരായ ഈ അറസ്റ്റ് എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപവും. പക്ഷേ ഈ പോലീസിന്റെ രാവിലത്തെ ഒരു നടപടി എടുത്തു നോക്കിയാൽ പുലർച്ചെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു സംഘം പത്തനംതിട്ട അടൂരിലേക്ക് എത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലെത്തി വീട് വളഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കുന്നു. ആ ഘട്ടത്തിൽ ചെറിയ പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായി എങ്കിൽ തന്നെയും അതൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് നേരെ തലസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ആദ്യഘട്ടത്തിൽ AR ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അത് മാറ്റി പിന്നീട് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നു. അവിടെ വെച്ച് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസും തനിക്ക് ലഭിച്ചിട്ടില്ല, നോട്ടീസ് പോലും നൽകാതെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ഉണ്ടായത് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിക്കുന്ന ഒരു കാര്യം. പിന്നീടാണ് കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു. തുടർന്ന് മിനിറ്റുകൾക്കുള്ളിൽ അവിടെ നിന്ന് നേരെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു. സാധാരണഗതിയിൽ ജനറൽ ആശുപത്രിയിലാണ് വൈദ്യപരിശോധന നടത്താറുള്ളത്. അത് മാറ്റി നേരെ ഫോർട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വൈദ്യപരിശോധന നടത്തി വഞ്ചിയൂർ കോടതിയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിക്കുന്ന ഓരോ ഇടങ്ങളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമാണ് രാവിലെ മുതൽ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ഒഴിവാക്കാൻ ഈ നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു തുടക്കം മുതൽ കന്റോൺമെന്റ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ ഫോർട്ട് ഹോസ്പിറ്റലിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പുറത്തെത്തുമ്പോൾ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം പോലീസ് വാഹനം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊക്കെ തന്നെ മറികടന്നുകൊണ്ടാണ് പിന്നീട് വഞ്ചിയൂർ കോടതിയിലെത്തിയത്. പക്ഷേ ജാമ്യാപേക്ഷ നൽകിയില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും റിമാൻഡിലേക്ക് പോകേണ്ട ഒരു കേസാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ നൽകിയതോടുകൂടിയാണ് ഈ കേസിൽ പ്രതിഭാഗവും പ്രോസിക്യൂഷനും തമ്മിൽ വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായത്. പൂർണ്ണമായും ഈ ജാമ്യാപേക്ഷയെ എതിർക്കുന്ന ഒരു സമീപനം അല്ലെങ്കിൽ ഒരു വാദമായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒപ്പം ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം ഗുരുതരമായ പരാമർശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങൾക്ക് എല്ലാത്തിനും പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആഹ്വാനം പ്രതികൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകി പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിക്കുന്ന തരത്തിലേക്ക് ആ സംഘർഷം മാറി. നടന്നത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതിഷേധം ആയിരുന്നു എന്നായിരുന്നു ഈ ഘട്ടത്തിൽ പ്രതിഭാഗം വാദിച്ചത്. പക്ഷേ പോലീസ് ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞത് നടന്നത് രാഷ്ട്രീയ പ്രതിഷേധമല്ല, ആക്രമണമായിരുന്നു എന്നതാണ്. അത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. പിന്നീട് ഈ തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നും ആരോഗ്യകരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. മാത്രമല്ല ഈ എല്ലാ തരത്തിലും കേസുകളുമായി സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പൊതുമണ്ഡലങ്ങളിൽ സജീവമായ വ്യക്തിയാണ്. ഒരിക്കലും ഒളിവിൽ പോകാനോ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ നശിപ്പിക്കാനോ സാധ്യതയില്ലെന്നും പ്രതിഭാഗം വാദിച്ചു. പക്ഷേ ഇത് പൂർണ്ണമായും തള്ളിക്കൊണ്ട് ജാമ്യം അനുവദിക്കരുതെന്ന ഒരു അഭിപ്രായമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. ഒപ്പം അത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഇതിന് പിന്നാലെയാണ് ഈ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാൻ മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. ഈ വൈദ്യപരിശോധനയിൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. മരുന്ന് കഴിക്കേണ്ട അസുഖങ്ങൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഉള്ളത് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ലഭിച്ചതെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഈ കേസിൽ ഇനി മജിസ്ട്രേറ്റിന്റെ തീരുമാനമാണ് ഏറ്റവും നിർണായകമാവുക. ആ നിർണായക തീരുമാനത്തിൽ ഈ പരിശോധനാ ഫലവും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തുടർ ചികിത്സ വേണ്ട ഏതെങ്കിലും അസുഖം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടെങ്കിൽ കോടതിക്ക് ജാമ്യം അനുവദിക്കാം. പക്ഷേ മറിച്ചാണ് എങ്കിൽ റിമാൻഡിൽ പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം വഞ്ചിയൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയും. ഈ വിധി തിരിച്ചടിയാണ്
തുടരുകയാണ് എങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട തലസ്ഥാനത്ത് DGP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതാണ്. അപ്പോഴാണ് ഈ നടപടിക്രമങ്ങൾ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വിധി പ്രഖ്യാപനം വന്നതിനു ശേഷം തുടർ പ്രതിഷേധ പരിപാടികൾ തീരുമാനിക്കുമെന്നതാണ് യുവജന സംഘടനകൾ അടക്കം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വിധി തിരിച്ചടിയാണെങ്കിൽ വീണ്ടും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്ക് കൂടി വേദിയാകാനുള്ള ഒരു സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.